വി.ഡി. സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്. വി.ഡി. സതീശനായിരുന്നു കൊച്ചിയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. തിരുവനന്തപുരത്ത് കെ മുരളീധരനായിരുന്നു, കോഴിക്കോട് രമേശ് ചെന്നിത്തലായിരുന്നു. അങ്ങനെ ഓരോ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കായിരുന്നു ചുമതല കൊടുത്തിരുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ ദീപ്തി മേരി വർഗീസിനോട് മുന്നിൽ നിന്ന് നയിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു നേതാവ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കണം എന്ന് പറയുമ്പോൾ അവരെ മനസ്സിൽ മുട്ടിടുന്നത്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, ഒരു മോഹം മുട്ടിടും. എന്താ മോഹം? നമ്മൾ അധികാരത്തിൽ വന്നാൽ ഞാൻ തന്നെയാണ് നേതാവ്. സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു മോഹം വി.ഡി. സതീശൻ ദീപ്തി മേരി വർഗീസിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ സംഘവും വി.ഡി. സതീശൻ സംഘവും തമ്മിൽ തെറ്റിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ വല്ലാതെ പുറത്തു വന്നു, അജയ് തറയിൽ പുറത്തു വന്നു, ബഹളമുണ്ടാക്കി. ദീപ്തി മേരി വർഗീസിന് കൊടുക്കാത്തത് വലിയൊരു അനീതിയായി പോയെന്ന് പൊതുബോധം കേരളത്തിൽ കിടക്കുന്നു. മിനിമോൾ 3 പ്രാവശ്യമായ ആളാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതാണ്. അവർ ഈ സാമുദായിക പരിഗണന നമ്മൾ പറയുന്നില്ല, എങ്കിലും അവർ ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. ദീപ്തി മേരി വർഗീസ് പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ സമുദായ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും 3 പ്രാവശ്യമായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള മിനിമോളിനാണ് കൊടുത്തത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. സമ്മതിച്ചു. പക്ഷെ ദീപ്തി മേരി വർഗീസിനെ എന്തിനു മത്സരിപ്പിച്ചു? അവർക്ക് എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത്? അവർ KPCCയുടെ സെക്രട്ടറി അല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവരെ മോഹിപ്പിച്ച് അവരോട് മുന്നിൽ നിന്ന് നയിക്കാൻ പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് ശേഷം ഇപ്പൊ ഞഞ്ഞാവിഞ്ഞ പറയുന്നത് ശരിയല്ല. ദീപ്തി മേരി വർഗീസ് നമ്മുടെ ആരുമല്ല, ഈ മിനിമോളും നമ്മുടെ ആരുമല്ല. നമുക്ക് ഇവരാരോടും ഒരു ശത്രുതയില്ല, നമ്മൾ ആരെയും കണ്ടിട്ടുമില്ല, ഇവരാരെയും കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇത് പറയുന്നത് രാഷ്ട്രീയത്തിൽ നെറുകേടുകളുടെ പരമ്പരയാണ് പലപ്പോഴും രാഷ്ട്രീയം. ചേച്ചിയെ നിർത്തി അനിയത്തെ കല്യാണം കഴിപ്പിക്കുക, അനിയത്തെ നിർത്തി ചേട്ടത്തിയെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടിൻപുറത്തൊക്കെ പറയും. അതുപോലെ ദീപ്തി മേരി വർഗീസിനോട് മുന്നിൽ നിന്ന് നയിക്കാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു മുന്നണി, അതിനനുസരിച്ച് ഒരു മുന്നണി വന്നിട്ടുണ്ടെങ്കിൽ വി.ഡി. സതീശന് ഒരു ഉത്തരവാദിത്വം ഇല്ലേ ഇത് വാങ്ങിക്കൊടുക്കാൻ എന്നൊരു ചോദ്യമുണ്ട്. ഇനി അവരെ ഡെപ്യൂട്ടി മേയറായിട്ട് വെക്കാൻ പറ്റുമോ? അതിനും സാധ്യത ഉണ്ടെന്ന് അറിയുന്നില്ല. കാരണം ഡെപ്യൂട്ടി മേയർ എപ്പോഴും സ്ത്രീയാണ്. ഇനി അവരെ ഡെപ്യൂട്ടി മേയറായിട്ട് വയ്ക്കുമോ നമുക്കറിയില്ല. അതോ മറ്റേതെങ്കിലും സ്ഥാനം അവർക്ക് കൊടുക്കുമോ? വേറൊരു കരക്കമ്പി ഇറങ്ങി ഓടുന്നുണ്ട്, അവരെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഉമാ തോമസിന് ഇനി സീറ്റ് കൊടുക്കുന്നില്ല, പകരം ദീപ്തി മേരി വർഗീസ് ആയിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത് തൃക്കാക്കരയിൽ എന്നുള്ള ഒരു കരക്കമ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമാ തോമസ് പക്ഷെ വളരെ നന്നായി കൊണ്ടുപോവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവർ നന്നായി മണ്ഡലം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പി.ടി. തോമസിന്റെ സ്മരണകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി പി.ടി. തോമസിനോടൊരു നീതി കാണിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഉമാ തോമസിന് തന്നെ കൊടുക്കുമോ, അതോ വീണ്ടും ദീപ്തി മേരി വർഗീസിലേക്ക് ഇത് മാറുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും 2-3 മാസത്തിനകത്ത് തീരുമാനമാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചുമതലകൾ കൂടി, അത് പാർട്ടിക്കകത്തായിക്കോട്ടെ, KPCCക്കകത്തായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് സർക്കാരിലായിക്കോട്ടെ, UDF വരികയാണെങ്കിൽ സർക്കാരിലായിക്കോട്ടെ, അല്ലെങ്കിൽ MLA ആയിട്ട് നിൽക്കുന്നതാണ്, എന്തെങ്കിലും ഒരു പദവി കൂടി ദീപ്തി മേരി വർഗീസിന് കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തണം. പക്ഷേ ദീപ്തി മേരി വർഗീസ് വളരെ പക്വതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനം. അവർ പാർട്ടി 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 എന്ന് 1000 വട്ടം പറയുന്നുണ്ട്. അതേസമയം കോട്ടയത്തേക്ക് നമ്മൾ പോകുമ്പോൾ ലതിക സുഭാഷ് എന്ന് പറയുന്ന ഒരു നേതാവ് ഇതുപോലെ ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന വലിയ നേതാവായിരുന്നു. പക്ഷേ അവർ അവസാനം പുറത്തുപോയത് PRM ഷഫീർ പറയുന്ന പോലെ ഈ ചേച്ചിക്ക് എല്ലാം കിട്ടിയിട്ടും ചേച്ചി പാർട്ടിയെ ഒറ്റുകൊടുത്തു എന്ന് പറയുന്ന തലമുണ്ടനം ചെയ്തു വേറെ തരത്തിലേക്കൊക്കെ മാറി. അപ്പൊ 2 വനിതകളാണ്, നമുക്ക് കമ്പയർ ചെയ്തിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ദീപ്തി മേരി വർഗീസ് പാർട്ടിയുടെ ആ ഒരു അച്ചടക്ക സമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രതികരിക്കാനുള്ളതൊക്കെ വാക്കുകൾക്കിടയിൽ കൂടെ അവർ ചാനലുകളിൽ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ആ പ്രതിഷേധം അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ ചിരിയിലും അവരുടെ വാക്കുകൾ പറയുന്നുള്ള മിതത്വത്തിലുമൊക്കെ കൃത്യമായി അവരുടെ പ്രതിഷേധം ഉണ്ട്. എന്നാൽ അവരത് പരസ്യമായി പറയുന്നുമില്ല. ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് അവർ പെരുമാറുന്നത്. ഇതിനിടയിലാണ് കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശൻ തല്ല് നടക്കുന്നത്. ഈ തല്ലിൽ ആര് ജയിക്കും? അത് ജയിച്ച് അവസാനം ദീപ്തി മേരി വർഗീസിന് ഏതെങ്കിലും സ്ഥാനം കൊടുത്തുകൊണ്ടാണോ ഈ തല്ല് തീരുക, അതോ ഇനി അടുത്ത 5 വർഷം ഈ തല്ല് തുടരുമോ?